എല്ലാവർക്കും ലിജോസ് നുബിഗിൻ വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ എഗെയിൻ നമ്മുടെ ഗാർഡൻ പരിപാലനത്തിന് ഇറങ്ങിയ കേട്ടോ. അറ്റ്ലീസ്റ്റ് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഗാർഡൻ ഒന്ന് നമുക്ക് ഫെർട്ടിലൈസ് ചെയ്യുകയും പിന്നെ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയൊക്കെ ചെയ്യണ്ടേ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇവിടെ ഒരു ചെറിയ ഗാർഡൻ ബോക്സ് ഉണ്ട്. അതിനകത്ത് കുറച്ച് മണ്ണുണ്ടായിരുന്നു. അപ്പൊ അത് ഫുൾ ഫില്ലായിട്ട് ഇരിപ്പില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ കിച്ചൺ വേസ്റ്റ് മുഴുവൻ ഇതിനകത്തോട്ട് ആക്കിയിടാം. എന്നിട്ട് കുറച്ച് മണ്ണ് എക്സ്ട്രാ ഇരിപ്പുണ്ട്, അതിന്റെ മുകളിലോട്ട് ആക്കാൻ വേണ്ടി പോവാണ്. ഇതിപ്പോ നമ്മളുടെ ഇവിടെ ന്യൂസിലൻഡില് ഞങ്ങള് കിച്ചൺ വേസ്റ്റ് കളക്ട് ചെയ്യുന്ന സാധനം. ഞാൻ ഫുഡ് ഇത് നമുക്ക് കൗൺസിൽ ബാഗ് തരുന്നതാണ്. നമുക്കിത് അവര് കൊണ്ട് കളയൊക്കെ ചെയ്യും. പക്ഷെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഒന്നും നമ്മൾ കളയാറില്ല. നമ്മളിങ്ങനെ നമ്മുടെ ഗാർഡനിൽ വെച്ചിട്ട് കമ്പോസ്റ്റ് ആക്കി എടുക്കുന്നേ. ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാണ്ടതേ കുറച്ച് വെജിറ്റബിൾസിന്റെ പീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇന്നിപ്പം എനിക്ക് ഓഫാണ്. അപ്പം നമുക്ക് ഓഫുള്ള ദിവസം ഗാർഡന് നമ്മൾ ചെറിയ സമയം കൊടുക്കണം. അപ്പം നമ്മുടെ കിച്ചൺ വേസ്റ്റ് എല്ലാം ഞാൻ നല്ലവണ്ണം നിരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇറച്ചി മീനൊന്നും ഇല്ല. നമ്മുടെ ഫുഡ് സ്ക്രാപ്പിങ്സും പിന്നെ നമ്മൾ വെജിറ്റബിൾസും ഇപ്പം ഒനിയൻ ആണെങ്കിലും പൊളിക്കുമ്പോഴും അതിന്റെ തൊലിയൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്തിടും. പിന്നെ നമ്മുടെ ബനാന, പിന്നെ മുട്ടയുടെ തോടുണ്ട്. അത് അല്ലാണ്ട് ഞാൻ സെപ്പറേറ്റ് വെക്കാറുണ്ട്. ചിലപ്പം വെക്കാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ ഇതിനകത്ത് എടുത്തിടാറുണ്ട്. അതുപോലെ തന്നെ ചായപ്പൊടിയും ഉണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ ഞാൻ മറ്റേ ചിക്കൻ്റെയോ അല്ലെങ്കിൽ മീറ്റിന്റെയോ വേസ്റ്റ് ഒന്നും ഇതിനകത്ത് ഇടാറില്ല. സാധാരണ വെജിറ്റബിൾസിന്റെ ഇത് മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ നല്ലോണം നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് മണ്ണിരിപ്പുണ്ട്, അത് ഞാൻ അതിന്റെ മുകളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് വേണം നല്ലോണം ഒരു കുഴിയൊക്കെ എടുത്തിട്ട് അതിന്റെ ഇതിനുള്ളിലോട്ട് കുഴിയാക്കി എടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ തെങ്ങിന് ഇട്ട് കൊടുത്താലും മതി. ഇത് ആരെങ്കിലും അറിയോ ഇതിന്റെ അടിയിൽ കിച്ചൺ വേസ്റ്റ് ആണെന്ന്? അത് അവിടെ കിടന്ന് മണ്ണിനെ അതിനെ ഡിക്കമ്പോസ്റ്റ് ചെയ്ത് അതിനെ റെഡിയാക്കി നമുക്ക് നല്ല കമ്പോസ്റ്റ് നല്ല ഉഗ്രം മണ്ണായിട്ട് നമുക്ക് തരും അല്ലേ. ഇനി അടുത്ത നമ്മുടെ ഗാർഡൻ പരിപാലനം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബനാന പീലും നമ്മുടെ ഒനിയന്റെ പീലും, അതായത് എല്ലാത്തിൻ്റെ തൊലി കേട്ടോ, ആ 2 തൊലി എടുത്ത് നമ്മൾ നാച്ചുറൽ ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ വേണ്ടി വെച്ചേക്കുമായിരുന്നു. അപ്പൊ ആ വെള്ളമാണ് നമ്മൾ നമ്മുടെ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ ആ പുറത്തുനിന്ന് പോയി നമ്മൾ ഫെർട്ടിലൈസർ മേടിച്ച് അങ്ങനെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കേണ്ട കാര്യം, അതൊക്കെ പൈസ ചിലവ്. അങ്ങനെ ചെയ്യുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ നമുക്ക് ഇങ്ങനെയും വീട്ടിൽ ഇങ്ങനെയും നമുക്ക് നാച്ചുറൽ ഫെർട്ടിലൈസർ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഇത് നമ്മൾ കുറച്ചും കൂടെ വെള്ളത്തിൽ ഒന്ന് ഡയലൂട്ട് ചെയ്ത് നമ്മൾ നമ്മുടെ പ്ലാന്റ്സിനൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാം. ഇതിപ്പോൾ നമുക്ക് അരിപ്പില്ലാത്തതുകൊണ്ട് ഇത് ഇവിടെ കിടന്ന ഒരു നമ്മുടെ എന്താ പറയുക ഒരു പോട്ടാട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഹോൾസ് ഉണ്ട്. അപ്പം നമ്മൾ ആ കട്ടിയുള്ള സാധനം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് വെച്ച് കൊടുക്കുവാണ്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നല്ലപോലെ അങ്ങ് ഡൈലൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എല്ലാ ഇതിനും ഒഴിച്ചു കൊടുക്കാമല്ലോ. അപ്പം ഒത്തിരി നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒഴിച്ചാൽ ചെടികൾക്ക് ദോഷം ചെയ്യും. അതുകൊണ്ടാണ് നല്ല പോലെ അങ്ങ് ഡൈലൂട്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഞാൻ ശരിക്കും കോൺസെൻട്രേഷൻ അറിയില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു 1/4 എങ്കിലും നമ്മൾ വെള്ളം ഡൈലൂട്ട് ചെയ്യണം. അപ്പം നമുക്ക് നമ്മുടെ ഇവിടെ പച്ചക്കറികളൊക്കെ നട്ട് വെച്ചിട്ടില്ല, അതിനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ചെടികളൊക്കെ തഴച്ച് വളരട്ടെ. നമ്മുടെ സിൽവർ ബീറ്റ് കേട്ടോ നല്ലവണ്ണം വളർന്നു വരുന്നുണ്ട്. നമ്മുടെ പോക്ചോയ് നമ്മൾ രണ്ടാമത് ഓൾറെഡി ഒരു പ്രാവശ്യം വിളവെടുത്ത് രണ്ടാമത്തെ വിളവെടുപ്പിന് ആയി വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അതാകുന്നുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് സാധനം കിട്ടുന്നുണ്ട്. ഇത് കെയിലാണ്. കെയിലും ഓൾമോസ്റ്റ് കുറേയൊക്കെ ആയി. അതിൻ്റെ ഇലയ്ക്ക് ഒരു ഇച്ചിരിയും കൂടെ വലിപ്പം വെക്കണം. പിന്നെയുള്ളത് സെല്ലറിയാ കണ്ടോ. സെല്ലറി നല്ല പോലെ ഒത്തിരി അങ്ങോട്ട് ഇതായി വരുന്നുണ്ട്. അപ്പം നല്ലപോലെ അങ്ങ് വളരട്ടെ. എൻ്റെ ചുവട്ടിൽ ഇട്ടുകൊടുക്കുക.
അപ്പൊ ഇതാണ് നമ്മുടെ ക്യാബേജ് കേട്ടോ. ക്യാബേജും നല്ലോണം ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നത്തെ ഉണ്ടായ നമ്മുടെ ഒനിയൻ നമ്മൾ ആദ്യമായിട്ട് പരീക്ഷിച്ചതാ. അപ്പം ഒനിയൻ പീലിന്റെ വാട്ടർ തന്നെ കുറച്ച് ഇരിക്കട്ടെ, നിങ്ങളും കുടിച്ചോളൂ. ഇതാണ് നമ്മുടെ ബ്രൊക്കോളി. ബ്രൊക്കോളിയൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ കോളിഫ്ലവർ. ഇത് ഇവിടെ നമുക്ക് കുറച്ച് സ്പിനച്ച് നിൽപ്പുണ്ട് കേട്ടോ. അപ്പൊ സ്പിനച്ചും കൂടെ. ഇപ്പൊ നമ്മൾ ഈ ഫുൾ റോയ്ക്ക് ഏതായാലും ഫെർട്ടിലൈസർ കൊടുത്തു കേട്ടോ. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നമ്മുടെ പ്ലാന്റ്സിന് ഫെർട്ടിലൈസർ എടുത്ത് കൊടുത്താലേ അത് നല്ലപോലെ നമുക്ക് ഫലം തരുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും ഇതൊക്കെ പരീക്ഷിച്ച് നോക്കണം, ചെയ്യണം. നമ്മൾ പ്ലാന്റ്സ് നടുവാണെങ്കിൽ അത് കെയറും കൂടെ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിനൊക്കെ നല്ലപോലെ വളരാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇടയ്ക്കൊക്കെ പുഴുശല്യം ഉണ്ട്. ഇപ്പോൾ നാട്ടിലൊക്കെ പുഴുശല്യം ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യണം. നമ്മൾ വെറുതെ നട്ടിട്ടിട്ട് പിന്നെ നമ്മൾ തിരിച്ച് എന്താ പറയുക, ഫലം എടുക്കാൻ വേണ്ടി മാത്രം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫലം കിട്ടത്തില്ല. നമ്മൾ അത് പ്രോപ്പർ മെയിൻ്റെനൻസ്, കള പറിച്ച് കളയണം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് പ്രോപ്പറായിട്ട് വളം എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഒരു ഹോബി ആയിട്ട് കാണുക, അതിനെ ഒരു പണിയായിട്ട് എടുക്കാണ്ട് ഹോബി ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിരിക്കും. പലരും പറയാറുണ്ട്, കംപ്ലൈൻറ്റ്സ് പറയാറുണ്ട്, ജോലിയുടെ ഇടയ്ക്ക് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എടുക്കുന്നതൊക്കെ. പക്ഷേ ഇത് ഞാനും ചെയ്യുന്നുണ്ട്, ജോലിയുടെ ഇടയ്ക്കുണ്ട്, പിള്ളേരുണ്ട്. പക്ഷെ എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഓക്കെ, നോക്കിക്കേ, നമ്മുടെ ഗാർഡൻ ബീലും ഒനിയൻ ബീലിന്റെ വാട്ടർ ഇല്ലേ, അതിന്റെ വേസ്റ്റും പിന്നെ കുറച്ച് ചായപ്പൊടിയും മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മുടെ കമ്പോസ്റ്റ് ബിന്നിനകത്ത് ഇടാൻ പോവാ. ഞങ്ങളുടെ കമ്പോസ്റ്റ് ബിൻ നിങ്ങൾക്ക് കാണണ്ടേ? വാ കാണാം. നമ്മുടെ ഗാർഡന്റെ ഒരു കോർണറിലായിട്ടോ ഈ കമ്പോസ്റ്റ് ബിൻ ഇരിക്കുന്നത് കേട്ടോ. നമ്മുടെ സമ്മർ നമുക്ക് ഗാർഡൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ആവശ്യമുള്ള സാധനം, കാരണം ഒത്തിരി കമ്പോസ്റ്റിന്റെ ആവശ്യം വരും. അപ്പൊ നമ്മള് ഇതിനകത്ത് കണ്ടോ, ഓൾറെഡി നമ്മൾ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് അതിന്റെ മുകളിൽ മണ്ണ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ മണ്ണ് ഇട്ടുകൊണ്ട് നമുക്ക് മണം അങ്ങനെ പെട്ടെന്ന് വരില്ല. നമ്മൾ വേസ്റ്റ് തന്നെ ഇവിടെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുവാണേ. ഇത് നമ്മൾ വെള്ളത്തിൽ കടുക്കി ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമായിരുന്നു. അപ്പൊ ഇത്തോണ്ട് നമ്മൾ ഓൾറെഡി ഇപ്പം നമ്മൾ ഫെർട്ടിലൈസർ ഇട്ട് കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ ശേഖരിച്ച് വെക്കുന്നതാണേലും ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴേ നമ്മുടെ പാട്ടയൊക്കെ നിറയും. അപ്പം നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ മുഴുവൻ മണവും കാര്യങ്ങളൊക്കെ ആവില്ല. അപ്പം നമ്മുടെ കമ്പോസ്റ്റ് ബിന്നിനകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് വളമായിക്കോളും. ഇതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണേ. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മളിവിടെ മത്തങ്ങയൊക്കെ ഇട്ട് കിളിപ്പിച്ച് വെച്ച സാധനം കേട്ടോ. അപ്പം ഇവിടെ ഇത് ആ ഗാർഡൻ ബെഡ് ഫുള്ള് ഒന്ന് പോയി. അത് അത്ര ഡ്യൂറബിൾ ആയിട്ടുള്ള സാധനം അല്ലായിരുന്നു. അപ്പം നമ്മൾ പുറത്തുനിന്ന് മേടിച്ചത്. ഇത്തവണ നമ്മൾ പുതിയ ഗാർഡൻ ബെഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എനിക്കൊന്നും ഇത് ട്രീറ്റഡ് ആയിട്ടുള്ള വുഡ് അല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ അത് ബ്രേക്ക് ആയി പോയി. അപ്പോഴത്തെ ഇവിടെയുള്ള മണ്ണ് ഞാൻ എടുക്കുവാണ്. ഒരു ചെറിയ ഇത് കണക്കുള്ള ഗാർഡൻ ടൂളൊക്കെ വീട്ടിലുള്ളാവുന്നത് നല്ലതാണ്. നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് കിളയ്ക്കാനും എടുക്കാനും ഒക്കെ ഇതൊക്കെ ഉപകരിക്കും. മണ്ണ് ഞാൻ ഇതിന്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി നമ്മൾ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കണം. കുറച്ചും കൂടെ ആവശ്യമുണ്ട്. ആഹാ, കണ്ട ഒരു കിടിലൻ സാധനം, ഒരു കിടിലൻ സാധനം. ഇതെന്ത് സാധനമാണെന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ മണ്ണിര കേട്ടാ. ഇതിനെ നമുക്ക് ഇതിനകത്ത് തന്നെ ശേഖരിക്കാം. അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്ക. അവന് ഇവിടെ കടന്ന നമ്മുടെ വേസ്റ്റ് ഡീകമ്പോസ്റ്റ് ചെയ്യട്ടെ. ഇന്നാണെങ്കിൽ ചെറിയ ചാറ്റൽ മഴ, ഇന്ന് നല്ല തണുപ്പൊക്കെ ഉണ്ട്. അപ്പം ഒരു തൊപ്പിയൊക്കെ വെച്ച് ഒരു സെറ്ററൊക്കെ ഇട്ട് ഇറങ്ങിയേക്കാം, അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ട് അങ്ങോട്ട് ഇറങ്ങുന്നേ. ഓക്കെ, അപ്പം നമ്മളിത് നല്ലോണം ഒന്ന് മൂടി കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പം ഇതിവിടെ കിടന്ന് ഡീകമ്പോസ്റ്റ് ആവട്ടെ. അപ്പം നമ്മളിത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പം ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വാഴയും പിന്നെ ഈ ഷെഡും ഒക്കെ ഉള്ളതുകൊണ്ട് ഇതൊരു കോർണറിലേക്കുന്നത്, പിന്നെ ഫെൻസും ഉണ്ട്. അപ്പോൾ ഇവിടെ അധികം കാറ്റൊന്നും വരാൻ സാധ്യതയില്ല. എനിവേ, നമുക്കൊരു സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ്, അധികം നമ്മളെ ശല്യം ചെയ്യാത്തൊരു സ്ഥലം അല്ലേ. അപ്പൊ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ടേക്ക് കെയർ, ബൈ.